വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കോതമംഗലം, പിണ്ടിമന, കോട്ടപ്പടി, വേങ്ങൂർ പഞ്ചായത്തുകളിലൂടെ പോകുന്ന ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗിന്റെ ഉദ്ഘാടനം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. 3.73 കോടി രൂപ ചിലവഴിച്ച് 30 കിലോമീറ്റർ ദൂരം നിർമ്മിക്കുന്ന ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗിന്റെ നിർമ്മാണ ഉദ്ഘാടനം വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. ഇതിന് പുറമെയാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഉൾപ്പെടുത്തി 13 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടും 12 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടും 3 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടും 5 കിലോമീറ്റർ സൗരോർജ്ജ വേലിയും 24 ലക്ഷം രൂപ വെച്ച് 2.9 സൗരോർജ്ജ തൂക്കുവേലിയും നിർമ്മാണം ഇതിനകം ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 7 കോടിയോളം രൂപ ചിലവ് വരുന്ന പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. ആ പ്രദേശങ്ങളിൽ താരതമ്യേന ശല്യം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പ്രദേശത്ത് അനുയോജ്യമായ ഒരു പ്രതിരോധ പ്രവർത്തനം എന്നുള്ള നിലയിൽ ട്രെഞ്ച് കുഴിക്കുക തുടങ്ങിയ മറ്റു കാര്യങ്ങളിലേക്ക് പോകാതെ ഏറ്റവും റീസണബിളായ ഒരു തുക ചെലവഴിച്ചുകൊണ്ട് നമുക്ക് ജനങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന നിലയിലെത്തിയത്. ഇവിടെ കൊണ്ട് നിർത്താനല്ല ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ ഇതിന് തൊട്ടടുത്ത പ്രദേശത്താണ് ഈ ഒരു ചെറുപ്പക്കാരൻ അരുൺ അമർ മരിച്ചത്. അപ്പോൾ ഞങ്ങളിവിടെ ആലോചിച്ചപ്പോൾ MLA ആ ഘട്ടത്തിലും അതിശക്തമായി ഇടപെട്ടിരുന്നു. പിണ്ടിമന, കോട്ടപ്പടി, വേങ്ങൂർ പഞ്ചായത്തുകളിലൂടെയാണ് 30 കിലോമീറ്റർ ദൂരത്തിൽ ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മിക്കുന്നത്. പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറ അയനിച്ചാലിൽ നിന്നും ആരംഭിച്ച് വേട്ടാമ്പാറ, കടുക്ക സിറ്റി, പിച്ചപ്ര, കുളങ്ങാട്ടുകുഴി, കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലി, കോട്ടപ്പാറ, കൂവക്കണ്ടം, തോണിച്ചാൽ, കണ്ണക്കട, കൊളക്കാടൻ തണ്ട, കുത്തുകുഴി വഴി വേങ്ങൂർ പഞ്ചായത്തിലെ മെയ്ക്കാപ്പാല, കണിഞ്ഞാട്ടുപാറ, വാവലുപ്പാറ, പാണിയേലി വഴി പോരിൽ അവസാനിക്കുന്ന നിലയിലും വേട്ടമ്പാറ അയനിച്ചാൽ മുതൽ ഓൾഡ് ഭൂതത്താൻകെട്ട് വരെ പുഴ തീരത്തുകൂടിയും പൂർണ്ണമായി കവർ ചെയ്യുന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. വടക്കുംഭാഗം സെന്റ് ജോർജ് ഹൊറേബ് യാക്കോബായ സുറിയാനിപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ, കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ്, പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു, തൃശൂർ ഡിവിഷൻ DFO രവികുമാർ മീണ, ചാലക്കുടി ഡിവിഷൻ DFO M വെങ്കടേശ്വരൻ, മലയാറ്റൂർ ഡിവിഷൻ ADCF R സന്തോഷ് കുമാർ, വാഴച്ചാൽ ഡിവിഷൻ DFO R ലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ആശ അജിൻ, ലിസി ജോസഫ്, കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സന്തോഷ് അയ്യപ്പൻ, അഡ്വക്കേറ്റ് BGP ഐസക്, സണ്ണി വർഗീസ്, സാറാമ ജോൺ, പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിബി പോൾ, SM മലിയാർ, വേങ്ങൂർ പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീജ ഷിജോ, ബേസിൽ കല്ലറക്കൽ, CPIM ഏരിയ സെക്രട്ടറി ജോയി KA എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CCF സെൻട്രൽ സർക്കിൾ ഡോക്ടർ R ആടലരശൻ സ്വാഗതവും മലയാറ്റൂർ വനം ഡിവിഷൻ DFO കുറ ശ്രീനിവാസ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.